കെയർ വിത്ത് നോ റീസൺ ആൻഡ് ലവ് വിത്ത് നോ എക്സ്പെക്ടേഷൻസ് എന്ന് പറയും. പക്ഷെ നമുക്കൊക്കെ അത് പറ്റത്തില്ല. കാരണം നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതിന് അയാൾ നമ്മളെ ഒരുപാട് തിരിച്ച് സ്നേഹിക്കണമെന്ന് വിചാരിച്ചു തന്നെയാണ്. അല്ലാതെ നമ്മൾ ഒരിടത്ത് പോലും നമ്മൾ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് രീതിയിൽ അയാളെ നമ്മൾ നോക്കുന്നത് പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. നമ്മളെപ്പോഴും നമ്മൾ കൊടുക്കുന്ന സ്നേഹം അത് ഏത് രീതിയിലുള്ളതാണെങ്കിൽ ആ സ്നേഹം നമുക്ക് അതേ രീതിയിൽ നമുക്ക് തിരിച്ചു കിട്ടണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മളെ എല്ലാം 99 പോലെ അല്ലെങ്കിൽ 100% ആൾക്കാരും അങ്ങനെ തന്നെ. അല്ലാത്ത ആൾക്കാർ മെന്റലി പ്രോബ്ലംസ് ഉള്ള ആൾക്കാരായിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ ഒരു സെൻസ് ഒന്നും നല്ല രീതിയിലല്ലാതെ ദൈവം സൃഷ്ടിച്ചു വിട്ട ആൾക്കാരായിരിക്കും. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെക്ടേഷൻ ഇല്ല അല്ലയോ. പക്ഷെ ശരിക്കും ഇതാണ് നോ എക്സ്പെക്ടേഷൻ ഇല്ല നമ്മളൊരാളെ സ്നേഹിക്കുകയാണ് കറക്റ്റ് സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. പക്ഷെ നമ്മളെല്ലാവരും സ്നേഹത്തിലെ സ്വാർത്ഥതയാണ്. നമുക്ക് സ്നേഹം തിരിച്ച് വേണമെന്നാണ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ആളിനെ തിരഞ്ഞെടുക്കുമ്പോഴും അയാൾ നമ്മുടെ കൂടെ എപ്പോഴും വേണം, അല്ലെങ്കിൽ അയാൾ അതുപോലെ നമ്മളെ സ്നേഹിക്കണം എന്നൊക്കെയാണ്. നമ്മളെല്ലാവർക്കും ഒരു വാശിയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ഡിപ്രസ്ഡ് അല്ലെങ്കിൽ വിഷമങ്ങളിലും എല്ലാം നമ്മൾ പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ റൂളാണ്, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. എക്സ്പെക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമമില്ല.